മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. എൻജി സാർമിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്നേഹ സമ്മാനം, ഒരു സ്വർഗീയ സമ്മാനം, അതാണ് മധുരമൊഴി. ഇവിടെ കുടുംബ സന്തോഷങ്ങളും അനുഭവങ്ങളും ദൈവീകമായ അനുഭവങ്ങളും അതുപോലെ തന്നെ ചില പൊട്ടിച്ചിരികളും തമാശകളും കുടുംബത്തിലെ വീഴ്ചകളും എല്ലാം പരസ്പരം ഷെയർ ചെയ്യുകയും നമ്മൾ ഒന്നു ചേർന്ന് സ്വർഗോന്മുഖമായി ഒരപ്പൻ്റെ മക്കളെന്ന നിലയിൽ സ്വർഗത്തിലെത്തിച്ചേരാൻ ചെയ്യുക എന്നുള്ളതാണ് ഈ മധുരമൊഴിയുടെ ചെറിയൊരു ലക്ഷ്യവും പരിശ്രമവും. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന അറിയുന്ന സന്തോഷം. ഇന്ന് നമ്മൾ സഹായിക്കാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ജോർജേട്ടനാണ്. ജോർജേട്ടനെ സ്നേഹപൂർവ്വം മധുരമൊഴിയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മോടൊപ്പം എൻജി സാർ വന്നിരിക്കുന്ന കുടുംബം തൃശ്ശൂരിൽ നിന്നുള്ള പ്രിയപ്പെട്ട ബാബുചേട്ടനും നവമി ടീച്ചറുമാണ്. രണ്ടുപേരെയും സ്നേഹപൂർവ്വം എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്വർഗീയ വിരുന്നിലേക്കും ഈ സ്നേഹ സംഭാഷണത്തിലേക്കും ഉറപ്പായും സ്വാഗതം. ഒരു അടുത്തിടെ ഒത്തിരി വൈറലായ, ഒത്തിരി പേര് കണ്ട ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട്. ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഒത്തിരി ഓടിയ സാധനമാണ്. ഒരു പെൺകുട്ടി, ചെറുപ്പക്കാരിയായ പെൺകുട്ടി വഴിയിൽ നിന്ന് അവളുടെ കാറിൻ്റെ വീല് നന്നാക്കുകയാണ്. അപ്പോൾ അവളൊരു ജീൻസൊക്കെ ഇട്ട് കുനിഞ്ഞ് നിന്ന് അവൾ വീല് നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവളുടെ പാൻസിൻ്റെ പുറകിൽ, ജീൻസിൻ്റെ പുറകിൽ നിന്ന് അവളുടെ പേഴ്സ് പതുക്കെ ഇങ്ങനെ പൊങ്ങിയിരിപ്പുണ്ട്. അവൾ പല പ്രാവശ്യം കുഴിഞ്ഞ് ടയർ കറക്കുന്നതിനിടയിൽ ഈ പേഴ്സ് പതുക്കെ 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 പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്തൊരു ചെറുപ്പക്കാരൻ ഇത് കണ്ട് അടുത്തടുത്ത് വന്ന് ചുറ്റുമൊക്കെ നോക്കി ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തി പതുക്കെ ഒന്ന് കുനിഞ്ഞ് ആ പേഴ്സിങ് എടുത്ത് തിരിഞ്ഞങ്ങ് നിന്നപ്പോഴാണ് അവൻ കണ്ടത് തൊട്ടപ്പുറേ ഒരു CCTV ക്യാമറ ഇരിപ്പുണ്ട്. ഏതോ ഒരു കടയുടെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ക്യാമറ ഇവൻ്റെ നേരെ പതിഞ്ഞിരിക്കുന്നു. ഇവന് പെട്ടെന്ന് അബദ്ധം മനസ്സിലായി. ഇവൻ നേരെ ക്യാമറയുടെ മുമ്പിൽ ഒരു തൊഴുതു, ഒരു സോറി, ക്യാമറയ്ക്ക് ഒരു സോറി പറഞ്ഞു. എന്നിട്ട് ഇത് പൊക്കി കാണിച്ചിട്ട് പതുക്കെ ആ പെൺകുട്ടിയെ തോണ്ടി വിളിച്ചു പറഞ്ഞു താഴെക്കിടന്ന് കിട്ടിയതാണ്. എന്നിട്ട് കൈ കൊടുത്തിട്ട് അവർ പതുക്കെ നടന്നു പോകുന്നതോ അവൻ വീണ്ടും ആ ക്യാമറ നോക്കി സോറി ആരും പറയരുത് ഇങ്ങനെ കാണിച്ചോ നടന്നു പോകുന്നുണ്ട്. ഇത് കണ്ട് നല്ല രസകരമായ ലൈവായിട്ടാണ്, തമാശയാണ്. നമ്മുടെ മധുരമൊഴിയിലെ സംസാര വിഷയം ഇത് തന്നെയാണ്, സത്യസന്ധത. എങ്ങനെ നമുക്ക് നമ്മുടെ മക്കളിൽ സത്യസന്ധത എന്ന വലിയൊരു മൂല്യം, ഒരു സ്വർഗീയ മൂല്യം എങ്ങനെ വളർത്തിയെടുക്കാം? സത്യസന്ധത എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. സത്യം പറയാൻ അവരെ ശീലിപ്പിക്കുക, രണ്ട് സത്യപരമായ പെരുമാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങാം. നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത് പറയാൻ ഞാൻ വിട്ടുപോട്ടെ, 7 മക്കളുള്ള വലിയൊരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. നവം പഠിച്ചൊരു ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ വീട്ടിൽ തന്നെ ഒരു സ്കൂളിലുള്ള പിള്ളേരുണ്ട്, ഒരു ക്ലാസ് റൂമിലുള്ള പിള്ളേരുണ്ട്. അപ്പോൾ കുടുംബത്തിൽ ഒത്തിരി അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പങ്കുവെക്കാൻ കാണും. അപ്പോൾ ഹെഡ് മാസ്റ്ററും ടീച്ചറും കൂടി നിങ്ങളുടെ കുടുംബത്തിലെ കുടുംബം എന്ന വലിയ സ്കൂളിലെ അനുഭവങ്ങൾ ഒന്ന് പറഞ്ഞു തുടങ്ങാമോ? ഞങ്ങളുടെ ഇപ്പോൾ മക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ സത്യസന്ധത എപ്പോഴും സത്യത്തിന് അല്ലെങ്കിൽ നുണ പറയരുത്, അല്ലെങ്കിൽ സത്യസന്ധമായി പെരുമാറണം എന്നുള്ളതിന് ഞങ്ങളുടെ ലൈഫിലൂടെ തന്നെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അവർക്ക് മാതൃകകൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സാധാരണ ഞങ്ങൾ ഈ വേളാങ്കണ്ണിക്കൊക്കെ യാത്ര ഇടയ്ക്ക് പോകാറുള്ളതാണ്. അപ്പോൾ അവിടെ ട്രെയിന് ടിക്കറ്റ് എടുക്കുമ്പോൾ വേണമെങ്കിൽ ഇവരെ കണ്ടു കഴിഞ്ഞാൽ 4ാമത്തെ കുട്ടികൾ തൊട്ട് വലിയ വേരിയേഷനൊന്നുമില്ല, കണ്ടാൽ പെട്ടെന്നൊന്നും അപ്പോൾ വേണമെങ്കിൽ, പക്ഷേ എന്നാൽ ഏജ് കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഏജിൽ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് ഒഴിവാക്കണമെങ്കിൽ വേണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പം ഞങ്ങൾ പക്ഷെ ഒരിക്കലും, അപ്പോൾ അവർ പറയും അമ്മ അത് എന്താ അങ്ങനെ ചോദിക്കും, പറയും ഒരു ആ ഏജ് കുറച്ച്, പലരും ഏജ് കുറച്ച് ടിക്കറ്റ് ഒഴിവാക്കുന്ന ഒരു ഇതുണ്ട്. പക്ഷെ 5 വയസ്സ് താഴെയാണെങ്കിൽ ടിക്കറ്റ് എടുക്കണ്ട എന്നുള്ളത്. അപ്പൊ നമ്മളൊരു 5 വയസ്സ് കഴിഞ്ഞൊരു 5.5 വയസ്സായാൽ പോലും അത് നമ്മൾ 5ന് മുകളിലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാണ്. കാരണം ആ ഒരു 6 മാസത്തെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വലിയൊരു ദാനമാണ്. ഒരു ദിവസം പോലും നമുക്ക് നമ്മുടെ ആയുസിനെ നീട്ടാൻ പറ്റില്ല. അപ്പൊ 6 മാസം തന്നതിന് നമ്മൾ എനിക്ക് അങ്ങനെ ദൈവം ആയുസ് തന്നിട്ടില്ല, വേണ്ട എന്നും പറഞ്ഞ് കുറച്ച് 5ലേക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു രൂപയല്ല, നമ്മുടെ ആയുസിനെയാണ് നമ്മൾ സ്വയം വെട്ടി കുറയ്ക്കുക ദൈവം തന്നത്, ആ ഒരു ബോധ്യം. അപ്പൊ അതൊക്കെ അങ്ങനത്തെ ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് പങ്കുവച്ച സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ട്രെയിനിൽ, എനിക്ക് തോന്നുന്നു ഇവിടെ പങ്കുവച്ചിട്ടാന്ന് തോന്നുന്നു, ട്രെയിനിൽ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്ര പോയിക്കൊണ്ടപ്പോൾ TTR ചെക്കിങ്ങിന് വന്നു. TTR ചെക്കിങ് വന്നപ്പോഴത്തേക്ക് അപ്പൻ മകന് ടിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പം പറയാണ് ഇവൻ 10 വയസ്സിന് താഴെയാണ്, അന്ന് ടിക്കറ്റ് കുറവുണ്ടായിരുന്നു, ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. TTR ചോദിക്കുകയാണ്, നാട്ടുകാരോട് ചോദിക്കുന്നത്, നിങ്ങൾ നോക്കിയിട്ട് പറ ഈ കുഞ്ഞിന് 10 വയസ്സേ ഉള്ളൂ, അത് അടിവാളരായിരിക്കുന്ന ഉണ്ടമണ്ണം പറയുന്ന കൊച്ചാണ്, അവന് 10 വയസ്സേ ഉള്ളൂ. ഈ അപ്പൻ ചമ്മ എന്നിട്ട് പുള്ളി സമ്മതിക്കുന്നില്ല, അവന് 10 ഉള്ളൂ, കുഞ്ഞ് മിണ്ടുന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ TTR അടുത്ത വാക്ക് പറഞ്ഞു, നിങ്ങളിപ്പോൾ ഇവന് ടിക്കറ്റ് എടുക്കാതെ 30 രൂപ ലാഭിച്ചിട്ടുണ്ടായിരിക്കും, ഈ കുഞ്ഞിന് നിങ്ങൾ എന്ത് മാതൃക കൊടുക്കുന്നതെന്ന്. എന്നിട്ട് അപ്പന് കൂസറൊന്നുമില്ല, അപ്പം വീണ്ടും തർക്കം തന്നെയാണ്.
പക്ഷെ ഇവർ പറഞ്ഞപ്പോൾ ആലോചിക്കുമായിരുന്നു, കർത്താവ് ഒരു കുഞ്ഞിന് 1 വർഷം അധികമായിട്ട് നമുക്ക് പിന്നീടൊക്കെ ആഗ്രഹിക്കും ഒരു ദിവസമെങ്കിലും കൂട്ടി തന്നാൽ മതിയെന്ന്. അപ്പോഴാണ് ചുമ്മാ 10 രൂപയ്ക്കോ 15 രൂപയ്ക്കോ ബസ് ടിക്കറ്റൊക്കെയാണോ തിയേറ്റർ ടിക്കറ്റ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രായം കുറച്ച് പറയുന്നത്. തുടർന്നോളൂ. പിന്നെ ഞങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മുൻപ് ഞാൻ വർക്ക് ചെയ്തിരുന്നൊരു ജോലി സ്ഥലത്ത് വളരെ തൊട്ടടുത്താണ് എൻ്റെ സ്വന്തം വീട്. അപ്പോൾ എനിക്കിപ്പോൾ അമ്മച്ചിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ, ഇപ്പോൾ പുതിയ എന്തെങ്കിലും ഇഷ്ടമുള്ള ഡിഷൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, മോളെ വായോ ഉച്ചയ്ക്ക് നീ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് വിളിക്കാം. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ കൂളായിട്ട് ഇപ്പോൾ സ്വന്തം അമ്മയുടെ അടുത്തേക്കല്ലേ പോണത്, ഹസ്ബൻഡിൻ്റെ അടുത്ത് വൈകുന്നേരം വന്നിട്ട് പറഞ്ഞാലും മതി എന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ അപ്പം തന്നെ ഫോൺ വിളിച്ച് പറയുമ്പോൾ, അപ്പം ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ, അമ്മ വിളിച്ചിട്ടുണ്ട്, അമ്മച്ചി വിളിച്ചിട്ടുണ്ട്, പോയിക്കോട്ടെ എന്നുള്ളൊരു, അന്ന് നീ പോയിക്കോ, ആ ഒരു പെർമിഷൻ കിട്ടാതെ ഒരു ആരും പറയാതെ വേണമെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ ഒരിക്കൽ പോലും, അതായത് ദാമ്പത്യ ജീവിതത്തിലെ വിശ്വസ്തത എന്ന് പറയുന്നത് ഭർത്താവ് അറിയാതെ നമുക്ക് അതിൻ്റെ ഒരു ഒന്നും ആവശ്യമില്ല എന്നുള്ളൊരു ഇതിൽ. അതെ. അപ്പൊ അത് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ കുട്ടികളുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സാലറി കിട്ടി കഴിഞ്ഞാൽ ഫുൾ എമൗണ്ടും ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നു, അല്ലെങ്കിൽ വേറൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കും, അപ്പം ഞാൻ അവർക്കത് കൊടുത്തോട്ടെ എന്ന് ചോദിക്കാതെ ഒന്നും അങ്ങനെ ചെയ്യാറില്ല. ഇനിയിപ്പോൾ എനിക്ക് പോയ കാര്യം കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യം പൈസ അതുപോലെ തന്നെ തിരിച്ചയാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഇതൊക്കെ മക്കളെ കാണുന്നുണ്ടെന്നുള്ളത് അവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തതല്ല, പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയി. ഇപ്പോൾ ഒരിക്കൽ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോന് ഇതുപോലെ തന്നെ എവിടേക്ക് പോകാനായിട്ട് പൈസ ചോദിച്ചു കഴിഞ്ഞിട്ട് അവന് കൊടുത്തു കഴിഞ്ഞപ്പോൾ കയ്യിൽ ചില്ലറ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഒരു 500 നോട്ട് കൊടുത്തപ്പോൾ ബാക്കി എമൗണ്ട് തിരിച്ചു കൊണ്ടുവന്ന് തന്നപ്പോൾ അത് എത്രയോ 60 രൂപ അത്രയും കണ്ടുള്ളൂ. അപ്പോൾ പപ്പ പറഞ്ഞു, മോനെ നീ അത് കയ്യിൽ വെച്ചേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മകൻ പറഞ്ഞ മറുപടി, വേണ്ട പപ്പ, എനിക്ക് നാളെയും ഇതിന് ആവശ്യം വരാൻ പപ്പ തരുമെന്നറിയാം. പിന്നെ മാത്രമല്ല, അമ്മയ്ക്ക് എത്ര രൂപ വേണമെങ്കിലും അമ്മയ്ക്ക് സാലറി ഉണ്ടായിട്ട് അമ്മ ഒരിക്കൽ പോലും അമ്മയുടെ കയ്യിൽ ആവശ്യത്തിന് അല്ലാതെ പപ്പോട് ചോദിക്കാതെ കയ്യിൽ എമൗണ്ട് വെക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും പപ്പ ചെയ്യുന്നുണ്ട്. ഞാനെന്തിനാ വെറുതെ ഈ പൈസ കയ്യിൽ വെക്കുന്നത്? പപ്പ അപ്പൊ ഇത് നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒരു ബോധ്യം അവൻ ഇങ്ങോട്ട് പറയണതാണ്. നമ്മൾ ഒരിക്കലും ഇവൻ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മളത് ചെയ്തതൊന്നല്ല ആ ഒരു കാര്യം. ജോർജ് ചേട്ടാ, ഈ ഒരു ഇതുപോലുള്ള ചില ധാർമ്മികമായ കാര്യങ്ങളുണ്ടല്ലോ, ആത്മീയതയുടെ മേളിൽ ഉള്ളിൽ തന്നെ കിടക്കുന്ന കാര്യമാണല്ലോ ധാർമ്മികത എന്ന് പറയുന്നത്. ഈ സത്യസന്ധത എന്ന് പറയുന്നത് നമ്മൾ ധാർമ്മിക പുണ്യം എന്ന് പറയുമെങ്കിലും മൂല്യം എന്ന് പറയുമെങ്കിലും അതിന് മുകളിൽ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് ഈശോ ആണല്ലോ. അങ്ങനെയാണല്ലോ പീലാത്തോസ് ചോദിക്കുന്നത്, എന്താണ് സത്യം? ഞാൻ തന്നെ സത്യം, കർത്താവ് പറഞ്ഞ. അപ്പോൾ ഈ സത്യമായ കർത്താവിനെ ജീവിക്കാൻ കിട്ടുന്ന വലിയൊരു ഭാഗ്യമുണ്ടല്ലോ. ജോർജ് ചേട്ടൻ അതിനെങ്ങനെ നോക്കിക്കാണുന്നതിനെ? ബൈബിൾ തന്നെ വചനം കർത്താവ് പറയുന്നുണ്ട്, ഈ ആരാധനകളെ കുറിച്ച് പറയുമ്പോൾ ഇതൊന്നുമല്ല ആരാധന, അല്ലെ ബലിയർപ്പിക്കലോ അതൊന്നുമല്ല. പിന്നെയോ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാണ്. ഇതിൽ ആത്മാവിൽ ആരാധിക്കുക നമുക്കിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. സത്യത്തിൽ ആരാധിക്കുക. സത്യത്തിൽ ആരാധിക്കുക എന്ന് പറയുമ്പോൾ നമ്മളേതായാലും പോയി കുമ്പിടുന്നതിൻ്റെ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മളിൽ ആ സത്യസന്ധത. ഇപ്പോൾ എന്താ സത്യസന്ധത? എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു നിർവചനമായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്ത് ഞാൻ ചിന്തിക്കുന്നുവോ അതുതന്നെ പറയുക, എന്ത് ഞാൻ പറയുന്നുവോ അതുതന്നെ ഞാൻ ചെയ്യുക, അല്ലെങ്കിൽ ജീവിക്കുക. അപ്പോൾ ഇത് മൂന്നും തമ്മിൽ ഈ വ്യത്യാസമൊന്നുമില്ല എന്ന് വാസ്തവത്തിൽ ഈശോ മാത്രമേ അങ്ങനെ ഒരു ഡ്യൂപ്ലിസിറ്റി ഇല്ലാത്തൊരു അവസ്ഥ ഈശോ മാത്രമേ അതതിൻ്റെ പെർഫെക്ഷനിലേക്ക് വരുവുള്ളായിരിക്കും. എന്നാലും നമ്മൾ മുഴുവൻ ഈ 3 സർക്കിളുകളുണ്ടെന്ന് നമ്മൾ കരുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതാ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം സർക്കിളുകൾ ഇല്ലേ. ഈ 3 സർക്കിളുകളെ പിടിച്ച് വലിച്ചടിപ്പിച്ച് ഒറ്റ സർക്കിളാക്കാനുള്ള ആ ശ്രമത്തെയാണ് നമ്മുടെ സത്യസന്ധതയോടൊക്കെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതങ്ങളെ തന്നെയാണ് ബലിയായി അർപ്പിക്കേണ്ടത്. അതാണ് പരമമായ ആരാധന എന്ന് പൗലോസ്ലീഹ പറഞ്ഞു തരുമ്പോൾ ഈ സത്യസന്ധമായ ജീവിതത്തെ അർപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇതിവിടെ ആത്മീയം, ഭൗതികം, മാനസികം ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മുടെ എല്ലാ ഭാഗങ്ങളെയും ഒരുമിച്ച് ഇതിങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അവതരിപ്പിക്കുന്നില്ലെങ്കിൽ ഈ സ്വർഗം നരകം മരണശേഷം എന്തെങ്കിലും വരികയല്ല, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരുപക്ഷെ കർത്താവിൻ്റെ കരുണ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത് എനിക്കൊട്ട് പറയാൻ പറ്റുകയില്ല. പക്ഷെ ഒരു കാര്യം നേരാണ്, നമ്മുടെ ഈ ജീവിതം അങ്ങനെയുള്ള ഒന്നിനു വേണ്ടിയാണ്. ആ സത്യസന്ധതയ്ക്ക് പാകമായ വിധത്തിലാണ് ജീവിതത്തെ ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയാൽ അതിനനുസരിച്ചുള്ള അസ്വസ്ഥതയും കുറവും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ ബാക്കി കാര്യങ്ങളുണ്ടാവും. വളരെ എളുപ്പമാണ്, സിമ്പിളായിട്ട് ഞാൻ ജീവിക്കുന്നപ്പോൾ ഞാൻ ജോലി ചെയ്തിരുന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇടപെടുന്ന മറ്റൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടെ ഞാനൊരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ആളുകൾ അക്സെപ്റ്റഡ്. കാര്യം എന്താണെന്നറിയോ? അയാൾ പറഞ്ഞാൽ അയാൾ കള്ളം പറയാൻ, അയാൾ കാര്യലാഭത്തിന് വേണ്ടി കള്ളം പറയില്ല എന്നൊരു ധാരണ അവർക്കുണ്ട്. അടുത്തിടെ വായിച്ച എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു സംഭവമുണ്ട്. ഒരു കോടതിയിലെ അവസ്ഥയാണ്. കോടതിയിൽ ഇങ്ങനെ കേസ്, ഒരു വലിയൊരു മോഷണക്കുറ്റം അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു സ്ത്രീയെ ക്രോസ് വിസാരം നടക്കുകയാണ്.
ഇപ്പോൾ സ്ത്രീയോട് കോടതി അവസാനമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ടോ? ഈ പെൺകുട്ടി പറയുകയാണ്, ഇല്ല ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാൻ കള്ളത്തരം പറയില്ല, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന്. അപ്പോൾ എഴുതിയിരിക്കുന്ന എല്ലാവരും പൊട്ടിച്ചിരുന്നാണ് പറയുന്നത്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് ഞാൻ കള്ളം പറയില്ലെന്ന്. ഇത് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സുവിശേഷമാണ്. ക്രിസ്ത്യാനി കള്ളം പറയാൻ ഉദ്ദേശിക്കപ്പെടുന്നില്ല. കാരണം ക്രിസ്ത്യാനി ക്രിസ്തുവിൻ്റെ അനുയായി. ക്രിസ്തു തന്നെ പറഞ്ഞു, ഞാനാണ് സത്യം, ഞാനാണ് വഴി, ഞാനാണ് ജീവൻ. ഈശോ ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുന്ന വാക്കും ഇത് തന്നെ. ഓരോ വാചകം പറയുമ്പോൾ പറയും, ഞാൻ സത്യമായി ഞാൻ നിങ്ങൾ. ബൈബിളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുന്ന വാക്ക് സത്യം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സത്യം എന്നൊരു സാധനം നിങ്ങൾ മക്കൾ ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടി, അതായത് ദൈവത്തെ മക്കൾ ഇംപ്ലാന്റ് ചെയ്യുന്ന തുല്യമാണ് സത്യത്തെ മക്കൾ ഇംപ്ലാന്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ചില അവസ്ഥകൾ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിലേ കൊടുത്തത് ഇപ്പോൾ നിങ്ങൾക്ക് അതിന് ഫ്രൂട്ട് കാണാൻ പറ്റുന്നത് അവരുടെ പഠന സമയങ്ങളിലോ അവരുടെ ടീനേജിലൊക്കെ അതിന് ഫ്രൂട്ട് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിലെ അന്ന് കൊടുത്തിരുന്ന ഫ്ലൂട്ടിൻ്റെതനുസരിച്ച് ഇവരുടെ സത്യസന്ധത എന്ന് പറയണത്, നമ്മളിപ്പോൾ ഒരു പൈസ നേരത്തെ പറഞ്ഞിരുന്നു, അതേപോലെ ഒരു സിനിമ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ഭാര്യ ഭർത്താക്കന്മാരുള്ള തീരുമാനങ്ങളിൽ ഇവരിപ്പോൾ കുറച്ച് ദിവസങ്ങളുടെ മുന്നേ ഒരു സിനിമ കാണാനായിട്ട് ഇവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അമ്മയുടെ അടുത്ത് ഇവർ ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇപ്പോൾ പോകാൻ ശരിയാവില്ല, നിങ്ങളുടെ എക്സാമൊക്കെ എടുത്തിരിക്കുന്ന സമയമാണ്, ഇപ്പോൾ നിങ്ങൾ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞ്, അപ്പോൾ ഇവർക്കറിയാം ഇനി അമ്മയോട് ചോദിച്ചു കഴിഞ്ഞിട്ട് പറ്റില്ലെങ്കിൽ ഇനി എൻ്റെ ഒന്നില്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അപ്പൻ, അങ്ങനെ ഇവർ ഇതാക്കണല്ലോ. അപ്പോൾ സാധാരണഗതിയിൽ വീടുകളിൽ പലയിടത്തും ഇങ്ങനെ ഇവർ സംഭവിച്ച് കേട്ടിട്ടുള്ളതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളുടെ അടുത്ത് നിന്ന് ഇവർക്ക് സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ വഴിക്ക് പിന്നെ അവർക്ക് നീങ്ങാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ ഈ ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾ പണ്ടനാലെ ഞങ്ങളൊരു തീരുമാനം എടുത്താണത്, നമ്മൾ ഒരുമിച്ച് നിൽക്കണം. കുട്ടികളുടെ ആയാലും ബന്ധുക്കളുടെ അല്ലെങ്കിൽ മറ്റുള്ള സമൂഹത്തിൽ നിന്നായാലും നമുക്ക് എന്ത് വന്നാലും നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിലേക്ക് ആരും ഇടിച്ചു കയറ്റാനായിട്ട് നമ്മൾ അനുവദിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഇവർ ഇത് മമ്മിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ട് ഇവർ മോളിൽ നിന്ന് സംസാരിക്കുന്നത് മമ്മി പുറത്ത് ഞാൻ കണ്ടു, ഇനി നമുക്ക് പപ്പയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അനുവാദം കിട്ടിയാലോ, നമുക്ക് അങ്ങനെ പോകാം. അപ്പോൾ വേറെ മൂത്ത താഴെയുള്ളവനോട് പറഞ്ഞു, നിങ്ങൾക്കറിയോ മമ്മിയുടെ അടുത്ത് ചോദിച്ചിട്ട് സമ്മതിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പയുടെ അടുത്ത് ചോദിച്ചാലും കാര്യമില്ല, ഇനി പപ്പയുടെ അടുത്ത് ചോദിച്ചിട്ട് മമ്മിയുടെ അടുത്ത് ചോദിച്ചാലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവർ പറ്റില്ല എന്ന് പറഞ്ഞ് നടക്കില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് അവർ തീരുമാനം എടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി പോയി ചമ്മാൻ പോണ്ട, വെറുതെ മോൻ പോകണ്ട. ഇന്റഗ്രിറ്റിയുടെ ഭാഗം മനസ്സിലായി. അപ്പോൾ നമ്മൾ എപ്പോഴും അവർക്കൊരു മാതൃക നമ്മളുടെ ഭാര്യ ഭർത്താവ് ദാമ്പത്യ ജീവിതത്തിൽ മക്കൾക്ക് കൊടുക്കുന്നത് അത് നമുക്ക് ശരിക്കും കാണാൻ സാധിക്കും. ദമ്പതികൾ എന്നുള്ള നിലയ്ക്ക് ഒരു സത്യസന്ധതയുണ്ട്. പേഴ്സണൽ എന്നുള്ള പോലെ തന്നെ ഭാര്യയ്ക്കും ഭർത്താവിനോട് സത്യമേ ഉള്ളൂ, രണ്ട് സത്യമില്ലാതെ വരിക. ടീച്ചറെ, ഈ പിള്ളേരെ സ്റ്റഡിയായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഏറ്റവും കൂടുതൽ പാപം കടന്നു വരാൻ, ഈ സത്യസന്ധ നുണപറച്ചിലിൻ്റെയോ കോപ്പിയുടെയൊക്കെ ഒരു പാപാവസ്ഥ കടന്നു വരാൻ സാധ്യതയുള്ള മേഖല. അങ്ങനെ മക്കള് ഏതെങ്കിലും വിറ്റ്നസിംഗ് വാല്യൂ കാണിച്ച ഏതെങ്കിലും സമയം ഓർമ്മയുണ്ടോ? അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെറുപ്പം മുതലേ ഞാൻ ജോലിക്ക് പോകേണ്ടി വരില്ല. അപ്പം ഞാനിങ്ങനെ കുഞ്ഞു ചെറുപ്പത്തിൽ 3 വയസ്സ് 4 വയസ്സൊക്കെ ഉള്ളപ്പോൾ പറയും, മോനെ അമ്മ പോവാണ്, ഇപ്പോൾ പപ്പയും ജോലിക്ക് പോവാണ്, പിന്നെ ചേച്ചിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പക്ഷെ തമ്പാച്ചൻ്റെ ക്യാമറ കണ്ണുകൾ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട്. തമ്പാച്ചൻ ആ കണ്ണിലൂടെ നോക്കുമ്പോൾ നീ എന്താ ചെയ്യണേ എന്നുള്ളതൊക്കെ ഓരോ നിമിഷവും നമ്മളെ കാണാൻ പറ്റും. അമ്മ പോണതും തമ്പാച്ചനും കാണാൻ പറ്റും. അങ്ങനെ ചെറുപ്പത്തിലേ കൊടുത്തേണത് അങ്ങനെ ഓരോരുത്തർക്കും മാറി മാറി വരുമ്പോൾ നമ്മളിങ്ങനെ തമാശയിലൂടെയും അല്ലാതെയൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇതുവരെ അപ്പം ഞാൻ അതുപോലെ മുതിർന്ന ക്ലാസ്സുകളിൽ എത്തുമ്പോൾ മക്കളോട് പറയേ, നിങ്ങൾ 0 മാർക്ക് വാങ്ങിച്ചു, അതായത് നിങ്ങൾക്ക് മാർക്ക് കുറവാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങളെ പ്രിൻസിപ്പാൾ വിളിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ വരുന്നുണ്ട്. കാരണം ഇന്ന സാഹചര്യം കൊണ്ടാണ് നിങ്ങൾക്ക് പക്ഷേ കോപ്പി അടിച്ചു എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ആ പ്രിൻസിപ്പാളിൻ്റെ റൂമിൻ്റെ വാതിൽ കിടക്കേണ്ട ഒരു ഇടം നിങ്ങൾ തരരുതെന്ന് മാത്രമാണ് ഞങ്ങൾ കൊടുത്തില്ല. അത് 1 മാർക്ക് കുറഞ്ഞു, ആയിക്കോട്ടെ കുറഞ്ഞോട്ടെ, നിങ്ങൾ അത്ര പഠിച്ചതിനുള്ളത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി, ഒരിക്കലും കോപ്പി അടിച്ചു എന്നുള്ളത് കേൾക്കരുതെന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയാറുണ്ട്, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് കോപ്പി അടിക്കാം, പഠിപ്പിച്ച ടീച്ചർ അറിയണമെന്നില്ല, അമ്മ അറിയണമെന്നില്ല. പക്ഷേ ഇതൊക്കെ കാണുന്ന ആൾ എക്സാം ഹോളിനകത്ത് മുകളിൽ കണ്ണും തുറന്ന് പിടിച്ച് പണ്ടത്തെ CCTV ക്യാമറ തുറന്നിരിക്കുന്നുണ്ടാവട്ടെന്ന് പറയാറുണ്ട്. ഇങ്ങനെ അത് പറഞ്ഞു കൊടുത്തപ്പോൾ ഇവർ പ്രീ ഡിഗ്രി കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെ ഈ ബെഞ്ചുകൾ അടുപ്പിച്ചിട്ടൊക്കെയാണല്ലോ വേണമെങ്കിൽ ഈ 1, 2, 3 അങ്ങനെയൊക്കെയും പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ ടീച്ചേഴ്സ് അങ്ങോട്ടേക്കും കിടക്കുമ്പോൾ പേപ്പറുകളും വേണമെങ്കിൽ പാസ് ചെയ്യാം, അതൊക്കെയും പാസ് ചെയ്യാം. അപ്പം വളരെ ഭംഗിയായിട്ട് ആരും അറിയാതെ ആ പേപ്പർ പാസ് ചെയ്യുമ്പോൾ വാങ്ങാം. ആരും അറിയാൻ പോണില്ല, ടീച്ചറും അറിയണില്ല, ആരും അറിയണില്ല, വാങ്ങിച്ചാൽ അതിൻ്റെ ഇപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ എഴുതാവുന്നുള്ളൂ.
അപ്പോൾ ഇത് കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പാസ് ചെയ്തില്ലെങ്കിൽ ഇവിടെ വെച്ചത് സ്റ്റക്ക് ആവണല്ലോ. അപ്പോൾ അത് അവിടെ ഒരു ഇവരുടെ ഇടയിൽ തന്നെ ഒരു പ്രോബ്ലം വരും. അപ്പോൾ ഇവ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് വാങ്ങിച്ചിട്ട് കണ്ണടച്ചിട്ട് അങ്ങോട്ടേക്ക് പാസ് ചെയ്യത്ര. അപ്പോൾ അവൻ പറയണത് ഒരിക്കലും എനിക്കിത് നോക്കാനായിട്ട് എൻ്റെ 1 വേർഡ് 2-3 തെറ്റാണ്. അപ്പോൾ അത് ഒന്ന് നോക്കണം എന്നൊരു പബ്ലിക് എക്സാമാണ് നോക്കണം എന്നുള്ളൊരു ഇത്. പക്ഷെ പിന്നെ അമ്മ പറഞ്ഞ വാക്ക് എനിക്ക് ഓർമ്മ വന്നു. കാരണം ഞാൻ ഇവരെയൊക്കെ പറ്റിച്ചാലും തട്ടിച്ചാലും എന്നെ കാണുന്ന ദൈവം മുകളിലുണ്ട്. അതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ വീട്ടിൽ വന്നിട്ട് പറയും. അത് ഇങ്ങനെ പറയാണ്, എല്ലാം തുറന്നു പറയും വന്നിട്ട്. അപ്പോൾ ഈ ഒരു സംഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പിള്ളേരൊക്കെ ബാല്യത്തിലൊക്കെ ഒത്തിരി സത്യസന്ധത വളർന്നാലും ഒരു ടീനേജൊക്കെ എത്തുമ്പോഴാണല്ലോ കുറച്ച് ഉടായ്പകളൊക്കെ പഠിച്ച് കുറച്ച് മറക്കേണ്ട കാര്യങ്ങളൊക്കെ വരുന്നത്. അവരുടെ താല്പര്യങ്ങളും പ്രണയമായിരിക്കാം, അല്ലെങ്കിൽ ചില സിനിമകളോ താല്പര്യങ്ങളോ മൊബൈൽ ഫോണോ അങ്ങനത്തെ കുറേ ഇഷ്ടങ്ങളൊക്കെ. ഈ ഒരു ഇഷ്ടങ്ങളുടെ മുമ്പിലാണല്ലോ ഒരു പഴയ മൂല്യശ്രേണിയൊക്കെ അങ്ങ് പൊട്ടിച്ചു കളയുന്നത്. അപ്പോൾ ഈ ഒരു ടീനേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഡീവിയേഷൻസോ അങ്ങനെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അവർ വീണ്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയൊക്കെ ഒന്ന് ടീച്ചർ ഷെയർ ചെയ്യാം. ഇല്ല, ഞാൻ ഇങ്ങനെ അതായത് ഇപ്പോൾ ഈ കുട്ടികൾ ഒരു കുട്ടിയുള്ളപ്പോൾ മുതൽ ഇപ്പോൾ 7 കുട്ടികളുള്ളപ്പോൾ 7 കുട്ടികൾ LKG മുതൽ ഇവരെ കേൾക്കുമായിരുന്നു. അതായത് ഞാൻ അങ്ങോട്ട് ഒരു 5-10 മിനിറ്റെങ്കിലും ഇവരെ അടുത്തിരുത്തി അതിന് എങ്ങനെയെങ്കിലും ഞാൻ സമയം ഉണ്ടാക്കും, എന്തെങ്കിലുമൊക്കെ എൻ്റെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ആ ഒരു ഹാബിറ്റ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവർ തുറന്ന് പറയുമ്പോൾ ഇവർ ടീനേജിലെത്തുമ്പോൾ LKGയിലത്തെ പെൻസിലെടുത്തു അതെടുത്തു എന്നുള്ള കാര്യങ്ങളല്ലല്ലോ അവർക്ക് പറയാനുള്ളത്. അപ്പോൾ അവർ കൃത്യമായിട്ട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. മൂത്ത മകൻ അമ്മ എൻ്റെ അടുത്ത് നിന്ന് വേറൊരു കുട്ടി വഴി എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവർ കൃത്യമായിട്ട് പറയണത്. അപ്പോൾ നീ എന്ത് പറഞ്ഞു? ഞാൻ ഒന്നും പറഞ്ഞില്ല, അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നീ ഉദ്ദേശിക്കുന്നത് അല്ല അമ്മേ, അമ്മയുടെ അടുത്ത് പറയാത്ത കാര്യങ്ങളൊന്നും എനിക്കില്ല, അത് എനിക്ക് അങ്ങനെയൊന്നും ഇപ്പോൾ തോന്നിയിട്ടില്ല. പക്ഷേ അവൻ അത് നമ്മുടെ അടുത്ത് ആ ഫസ്റ്റ് മൊമെൻറ്റിൽ അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മറച്ചു വെക്കാം വളരെ ഭംഗിയായിട്ട്. നമുക്കത് കറക്റ്റ് ഡയറക്റ്റ് ചെയ്യാൻ പറ്റി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിലെ എത്രയോ സ്വാതന്ത്ര്യത്തോടു കൂടി അവരെ നമ്മുടെ അടുത്തേക്ക് വരാൻ നമ്മൾ അപ്രോച്ചബിൾ ആകുന്നു. അത് തന്നെ പ്രായമായാലും നമ്മൾ ചെയ്യണം. അപ്പോൾ വന്ന് പറയുന്നത് ചെറുപ്പത്തിൽ അവൻ LKGയിൽ മടിയിൽ കിടന്നുകൊണ്ട് മടിയിൽ തലവെച്ച് പറയുന്ന പോലെ തന്നെയാണ് ഈ ഒരു കാര്യം അവൻ വന്ന് പറയണത്. അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് കൂളായിട്ട് ഞാൻ ഇരുന്നപ്പോൾ എൻ്റെ മടിയിൽ തലയും വെച്ച് വന്ന് പറയാണ്, അമ്മ ഇന്ന് എന്നോടൊരു പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അപ്രോച്ചബിൾ ആവുമ്പോൾ കുറേ തെറ്റുകൾ അതിനാൽ തന്നെ നമുക്ക് കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റും. അതൊരു പക്ഷേ ഇന്ന് ജോലിയുള്ളവരായാലും അല്ലാത്തവരായാലും ചിലപ്പോൾ കുട്ടികളെ കേൾക്കുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കുഞ്ഞ് ഇപ്പോൾ BDS പഠിക്കുന്ന പറഞ്ഞ കുഞ്ഞൊക്കെ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നിട്ട് അമ്മ എനിക്ക് കുറച്ച് കാര്യം പറയാണ്ടെന്നൊക്കെ പറയുമ്പോൾ അമ്മയുടെ തലോടലും ഒരു സ്നേഹവും അവൻ്റെ പ്രായത്തിൽ ഉറപ്പായിട്ട് അവനൊരു ഓപ്പോസിറ്റ് സെക്സിന് കിട്ടേണ്ട ഒരു സ്നേഹവും സന്തോഷമൊക്കെ ഉണ്ട്. ഇത് പാപായ സാധനമൊന്നുമല്ല, പാപസ്പർശനങ്ങളൊന്നും അല്ല, അല്ലെങ്കിൽ തന്നെ കിട്ടേണ്ട ചില ഒരു പ്രത്യേകമായ ഒരു ഊഷ്മളതയൊക്കെ ഉണ്ട്. അതൊക്കെ ഈ പ്രായത്തിലും കുഞ്ഞ് വന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ കുറെ ഒളിച്ചും പാത്തുള്ള സ്നേഹങ്ങളും ചില അഴുക്കായ സ്നേഹബന്ധങ്ങൾ വില കുറഞ്ഞ കാര്യങ്ങളിലേക്ക് പോകാതെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ അവനെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു 1 മാസത്തോളം അവൻ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ ഹോസ്റ്റലിലാവുമ്പോഴും ഇവരെ കറക്റ്റ് നമ്മൾ ആ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അവന് വേണ്ടി ഞാൻ സേവ് ചെയ്യും. ആ സമയത്താണ് എൻ്റെ ഫോൺ ആകെ വർക്ക് ചെയ്യണത്, വേറെ ആൾ. അപ്പോൾ അവനെ അവസാനം നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ട് അമ്മ ഉമ്മ തരട്ടെ, ഉമ്മ തായോ എന്ന് പറഞ്ഞ് ഞാൻ ഉമ്മ കൊടുക്കുന്നു. അപ്പോൾ അവൻ തിരിച്ചുമ്മ തരും. ഫോണിൽ കൂടെ വാങ്ങുമായിരുന്നു. വീട്ടിലുള്ളത് തന്നെ ഹോസ്റ്റലിലായിരുന്നപ്പോഴും ഞാൻ സെയിം ഒട്ടും കുറച്ചിട്ടില്ല. അപ്പോൾ അവിടെ വേറൊരു ഇതുണ്ടായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കൂടെയുള്ള കൂട്ടുകാർ പറഞ്ഞ് നിൻ്റെ അമ്മയ്ക്ക് 7 മക്കളുണ്ടായിട്ടും നിൻ്റെ കയ്യിൽ നിന്ന് ഉമ്മ വാങ്ങാതെ അമ്മ ഉറങ്ങുന്നില്ല, രാത്രി 10 ആയാലും അമ്മ ചോദിച്ചു വാങ്ങുന്നു. ഞങ്ങൾക്കൊക്കെ 1-2 ഞങ്ങൾക്കൊന്നും ഇത് കിട്ടണമെന്നില്ല എന്നുള്ളൊരു തമാശയിലൂടെ അങ്ങനെ പറയുന്നു. അപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ പോകുമ്പോൾ ഞാൻ അന്നത്തെ വെള്ളം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരച്ച് അവൻ്റെ നെറ്റിയിൽ ഉമ്മ കൊടുത്തിട്ട് ഞാൻ വിടാറുള്ളൂ. അത് LKGയിൽ ഞാൻ എങ്ങനെ കൊടുത്തു അതുപോലെ തന്നെ അവനിപ്പോൾ BDSന് പോകുമ്പോഴും ഞാൻ വിടുന്നു. അത് തിരിച്ച് അവൻ അന്ന് എനിക്ക് കവിളിൽ ഉമ്മ തന്ന പോലെ ഇന്നും എനിക്ക് അവൻ കവിളിൽ ഉമ്മ തരുന്നു. അപ്പോൾ അവനെ ചേർത്ത് പിടിക്കുമ്പോൾ അന്ന് ഉണ്ടായ അതേ ഫ്രീഡത്തോടു കൂടി തന്നെ ഇന്നും ഞാൻ ചെയ്യുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, എന്തുണ്ടായാലും നമ്മുടെ അടുത്ത് ഇപ്പോൾ ടീച്ചർ വഴക്ക് പറഞ്ഞതും പോസിറ്റീവ് നെഗറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും വന്ന് പറയുന്നു. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒത്തിരി കൊലപാതകങ്ങളും പ്രശ്നങ്ങളൊക്കെ കാണുന്ന കുഞ്ഞുങ്ങൾ പണപരമായ കാര്യങ്ങളിലെ സത്യസന്ധത കുറവ് കാണിക്കുന്നതുകൊണ്ടാണ്. അവർക്ക് മറ്റു പല കാര്യങ്ങളും പണത്തിന് അത്യാവശ്യം വരുന്നു, വീട്ടിൽ നിന്ന് ചോദിച്ചാൽ കിട്ടാത്ത അവസ്ഥ വരുന്നു, മോഷ്ടിക്കുന്നു, ചിലപ്പോൾ അമ്മയെ വരെ ഉപദ്രവിച്ചിട്ട് പണം എടുത്തുകൊണ്ട് പോയ കഥകളൊക്കെ ഈ ദിവസങ്ങളിൽ പത്രങ്ങളിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പണപരമായ കാര്യങ്ങൾക്ക് വിശ്വസ്ത കാണിക്കാൻ വേണ്ടി അതൊരു വലിയ സത്യസന്ധത മേഖല കൂടിയാണല്ലോ. പിന്നീട് അവരെന്തോരം പണങ്ങളും അവരുടെ ജീവിതത്തിന് കൈകാര്യം ചെയ്യേണ്ട അവസ്ഥകളിലേക്ക് വരേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും ട്രെയിനിങ് കുഞ്ഞുങ്ങൾ കൊടുക്കുന്നുണ്ടോ പണപരമായ കാര്യങ്ങളിൽ സത്യസന്ധത കാണിക്കാൻ വേണ്ടി? കൊടുക്കാറുണ്ട് ഇടയ്ക്ക്. ഞാൻ ഇങ്ങനെ ബസ് ഫെയർ കൊടുക്കലും അതേപോലെ പീടികയിൽ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ പോകുമ്പോൾ ഇവരുടെ കയ്യിൽ കൊടുത്ത് വിടാറുണ്ട് പൈസ. അത് കൃത്യമായിട്ട് എല്ലാ ദിവസവും അത് അവർ തിരിച്ച് ഇത്ര പൈസയായി എന്ന് പറഞ്ഞിട്ട് ബാക്കി എന്നെ ഏൽപ്പിക്കാറൊക്കെ ഉണ്ട്.
അപ്പം ഞാനത് തന്നെ ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ ഏകദേശം ഒരു ടെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് പലയിടത്തായിട്ട് പൈസകൾ ഇങ്ങനെ വെക്കും വീട്ടിൽ തന്നെ പലയിടത്ത് പൈസ വെക്കും. ചിലപ്പോ കുറച്ച് തന്നെ 10 രൂപ, ചിലപ്പോൾ 100 രൂപ, 50 രൂപ നമ്മൾ അറിയാത്ത മാതിരി ഇങ്ങനെ വെച്ച് പോയി ഇതാക്കും. പക്ഷേ പലപ്പോഴും ഞാനത് വാച്ച് ചെയ്തിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ അവർ പറയും പപ്പ അവിടെ പൈസ ഇരിക്കുന്നുണ്ടല്ലോ, ഇത്ര പൈസ ഉണ്ടായിരുന്നു, ഒന്ന് എനിക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ മറന്നിട്ട് അവിടെ വെച്ച് പോയതായിരുന്നു, ഞാൻ ഓർത്തണ്ടായില്ല, ഞാൻ ഷർട്ട് മാറിപ്പോൾ അവിടെ വെച്ചതാ മോനെ, പൈസ വെച്ചാൽ അന്ന് തന്നേക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കും. അങ്ങനെ ഞാൻ എല്ലാവരും വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഈ മുതിർന്നവരൊക്കെ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവർ സ്കൂളിൽ പോയി ക്ലാസ്സിൽ പോകുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആവശ്യത്തിന് മാത്രം ഒരു പോക്കറ്റ് മണി എന്ന് അവർ ചോദിക്കുക. അല്ലെങ്കിൽ അപ്പോൾ അവൻ പലപ്പോഴും പറയാറുണ്ട് അപ്പം ക്ലാസ്സിൽ ഇപ്പോൾ BDS പഠിക്കുന്നവനൊക്കെ അവിടെ 1000-ൻ്റെ 2000-ൻ്റെ നോട്ടുകളൊക്കെയാണ്, 500-ൻ്റെ നോട്ടുകളൊക്കെയാണ് കുട്ടികളുടെ കയ്യിൽ, അവരിങ്ങനെ ലാവിഷായിട്ട് പൈസ ചിലവ്. ഞാൻ പറഞ്ഞു മോനെ നമ്മുടെ വീട്ടിലത്തെ സാഹചര്യം അങ്ങനെയല്ല, നമ്മൾ പൈസ ആവശ്യത്തിന് മാത്രമേ ചിലവ് ചെയ്യാൻ പാടുള്ളൂ. അത് ശരിയാണ്, എനിക്കറിയാം പപ്പ നമ്മുടെ അവസ്ഥകളും കാര്യങ്ങളും. അല്ല അവരിങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ മറ്റേ ഡിന്നർ പാർട്ടിക്കും ഇതിനൊക്കെ ഇങ്ങനെ പൈസ ഉപയോഗിക്കുന്നതും എടുക്കുന്നത്, പ്രത്യേകിച്ച് ലേഡീസും ബോയ്സും രണ്ട് കൂട്ടരുടെ കയ്യിലും പൈസകൾ ഇങ്ങനെ ധാരാളം. ഇപ്പൊ ഈ പ്രൊഫഷണൽ ഫോർമേഷൻ കിട്ടിയുണ്ട്. ഒരു കാര്യം ശ്രദ്ധിച്ചോട്ടാ, ഇനി ആ തന്ത്രം മാറ്റിക്കോ. ഇനി ഇത് പരസ്യമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഇനി വീട്ടിൽ പൈസ വെക്കണം, അതിന്റെ കാലം കഴിഞ്ഞ് ഇനി പുതിയ നമ്പർ നമുക്ക് തപ്പാൻ പോകേണ്ടി വരും. അപ്പോൾ ഇവർ അങ്ങനെ പൈസ ഒരു കാരണവശാലും അല്ല അനാവശ്യമായിട്ടുള്ള രീതിയിൽ മേടിക്കാറില്ല. അപ്പം ഞാൻ ഏകദേശം ബസ് ഫയറിനുള്ള പൈസ കൊടുക്കും, വന്നു കഴിഞ്ഞ് തിരിച്ചു തരും, പിറ്റേ ദിവസം ബസ് ചോദിക്കും. അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ അങ്ങനെ ആ ചെറുപ്പത്തിലെ നമ്മൾ കൊടുത്തതിൻ്റെ ഒരു ഇത്. ഇതിന് വേറൊരു മാനം കൂടിയുണ്ട്. നമ്മുടെ ഈ സത്യസന്ധത വേറൊരു വിധത്തിൽ പരീക്ഷിക്കപ്പെടുന്നൊരു സന്ദർഭം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കൽ എൻ്റെ മോള് അവള് 5-ലോ 6-ലോ മറ്റോ പഠിച്ചുകൊണ്ടിരുന്നൊരു സമയത്താണ്. അവളൊരു ദിവസം സ്കൂളിൽ നിന്ന് ഓടി വന്ന ഉടനെ തന്നെ മമ്മിയെ വിളിച്ച് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇന്ന് പരീക്ഷയായിരുന്നു, പരീക്ഷയ്ക്ക് ഇന്ന് എൻ്റെ അടുത്തിരുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൾ പരീക്ഷയുടെ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു എൻ്റെ ആൻസർ പേപ്പർ ഒന്ന് പൊക്കി പിടിച്ചാൽ മതി, അല്പം ഒന്ന് റേസ് ചെയ്ത് പിടിച്ചാൽ അടുത്തിരിക്കുന്നയാളിനെ കാണാം, നീ അങ്ങനെ എന്നെ ഒന്ന് കാണിച്ചെന്ന് എനിക്കത് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, നീ ഒന്ന് കാണിച്ചു തന്നെന്ന് പറയും. ഇവിടെ പറയാം എൻ്റെ ഉള്ളിൽ വലിയ സംഘർഷമായിരുന്നു. കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അത് സ്നേഹത്തിന് വിരുദ്ധമാണ്. ബെസ്റ്റ് ഫ്രണ്ടാണ്, സ്നേഹമാണ്. അപ്പോൾ സ്നേഹം ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കുകയല്ലേ, കാണിച്ചു കൊടുക്കണം. പക്ഷേ കാണിച്ചു കൊടുത്താൽ സത്യസന്ധതയ്ക്ക് വിരുദ്ധമാകും. ഞാൻ ഏത് തീരുമാനമാണ് എടുക്കേണ്ടത്, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഏതാണേലും ഞാൻ കാണിച്ചു കൊടുത്തില്ല, പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമാണ്. അവളോടുള്ള ശരിക്കും എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നല്ലോ എന്ന് എനിക്ക് വിഷമമാണെന്ന് പറഞ്ഞ് അമ്മയുടെ ഇരിയാവെന്ന് പറയും. അപ്പോൾ അമ്മ പറയാം ഞാനിവിടെ ഡാഡിയും കൂടെ വരട്ടെ എന്ന് പറഞ്ഞ് അവസാനം ഞങ്ങൾ 3 പേരും കൂടെ അല്ലേ എല്ലാവരും കൂടി ഇരിക്കുന്ന, അതായത് ഭക്ഷണമേശയിൽ താഴത്തിൻ്റെ മേശയിൽ മമ്മി വരെ അവൾക്കൊരു പ്രശ്നമുണ്ട്, അത് നമുക്ക് ഒന്ന് തീരുമാനമാക്കി കൊടുക്കണം, കാരണം കൊച്ചിന് നാളെയും പരീക്ഷയുണ്ട്, ഇനിയും പരീക്ഷകൾ വരും, അതുകൊണ്ട് അത് പറയേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ട് അവളല്ല അമ്മ തന്നെ ഈ കഥ അവിടെ ചെയ്തത്. അപ്പം ഞാനെന്നോട് പറഞ്ഞതന്നെ വാസ്തവത്തിൽ അത് ഞങ്ങളൊരു പ്രാർത്ഥന അന്തരീക്ഷത്തിലേക്ക് നമ്മളത് കർത്താവാണ് നമ്മളെ നയിക്കുന്നത്, നിനക്ക് അന്നേരം ഏറ്റവും എളുപ്പം ചെയ്യാമായിരുന്ന കാര്യം ഞങ്ങളോട് ആരോടും ചോദിക്കാൻ പറ്റില്ല, അമ്മയോട് ചോദിക്കുന്ന പോലെ നിനക്ക് ദൈവത്തോട് ചോദിക്കാമായിരുന്നു, കർത്താവേ ഇപ്പം ഞാൻ എങ്കിൽ നീ ഇത്രയും ടെൻഷൻ അടിക്കേണ്ടി വരികയില്ലായിരുന്നു, ഇത്രയും നീ സഫർ ചെയ്യേണ്ടി വരികയില്ലായിരുന്നു. ഓക്കെ, ഇനി നിനക്കത് ചെയ്യാം, ഇതുപോലുള്ള ഓരോ പ്രശ്നം വരും. പക്ഷേ നമുക്ക് ഈ പ്രശ്നം നമുക്കൊന്ന് അനലൈസ് ചെയ്യാവുന്നത്, സ്നേഹമുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുക, എന്താണ് സ്നേഹത്തിൻ്റെ ഒരു അടിസ്ഥാന റൂള്. അപ്പോൾ പല പല കാര്യങ്ങൾ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തു, സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും, സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെ ഇഷ്ടമുള്ളത് കൊടുക്കും, അത് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. പക്ഷെ അവസാനം എല്ലാവരോടും പറഞ്ഞു വന്നപ്പോൾ ഉരുത്തിരിഞ്ഞു വന്ന കാര്യം, സ്നേഹമുണ്ടെങ്കിൽ നാം ആരെ സ്നേഹിക്കുന്നു അയാൾക്ക് നന്മയുണ്ടാകാൻ ആഗ്രഹിക്കുകയും പറ്റുന്നത് നമ്മൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു ശരി, അവൾക്ക് നീ ഇത് കോപ്പി അടിക്കാനായിട്ട് കാണിച്ചു കൊടുക്കുന്നതിലൂടെ അവൾക്ക് കുറച്ച് മാർക്ക് കൂടെ കിട്ടും, അത് ശരി. അതിനപ്പുറത്ത് നീ അവൾക്കൊരു നന്മയാണോ ചെയ്യുന്നത് തിന്മയാണോ ചെയ്യുന്നത്? ഉറപ്പായിട്ടും തിന്മയാണ്. ഓക്കെ, അപ്പോൾ അത് അവൾക്ക് തിന്മയുണ്ടാകാൻ ആഗ്രഹിക്കുകയോ അതിന് കൂട്ടു നിൽക്കുകയോ ചെയ്യുന്നത് സ്നേഹത്തിന് വിരുദ്ധമാണ്. ഇവിടെ സത്യസന്ധതയും സ്നേഹവും പരസ്പര വിരുദ്ധമല്ല. അത് എന്ന് ഞങ്ങൾ ആ കുടുംബത്തിനൊരു തീരുമാനം എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു പിന്നീട് ഒത്തിരി ഇളയത്തങ്ങൾക്കാണെങ്കിലും മറ്റ് പല സന്ദർഭങ്ങളിലാണല്ലേ സത്യസന്ധതയെക്കുറിച്ച് അത് ദൈവം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഊണുമേശയിൽ ദൈവം വെളിപ്പെടുത്തി തന്ന ഒരു ഇതുണ്ട്. അപ്പോൾ സത്യസന്ധത പലപ്പോഴും ഇത്തരത്തിലൊക്കെ പരീക്ഷിക്കപ്പെടാമെന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. നമുക്ക് നമ്മുടെ സമയപരിമിതി മൂലം നമുക്കിവിടെ പതുക്കെ കൺക്ലൂഡ് ചെയ്യാം.
പല പ്രാവശ്യം നമ്മുടെ ഇവിടെ മധുരമൊഴിയിൽ വന്നുപോയ സുനിൽ സാറിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. സുനിലേട്ടൻ ഇങ്ങനെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറഞ്ഞ നല്ലൊരു അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്. സുനിലേട്ടൻ ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ജീവിതത്തിലേക്ക് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഉത്തരവാദിത്തങ്ങളായ ഒരു സമയം. ആ സമയം ഒരു കമ്പനിയിൽ ജോലി കിട്ടിയായിരുന്നു. ജോലി കിട്ടി ആ കമ്പനിയിൽ ജോലി ചെയ്ത സമയത്ത് ചേട്ടനായിരുന്നു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ. അപ്പോൾ ചില പ്രത്യേക പേപ്പറിൽ ഒപ്പിട്ട് ചേട്ടൻ അയച്ചാൽ മാത്രമേ അവിടുത്തെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ചേട്ടൻ മനസ്സിലായതിൽ കുറച്ച് കള്ളത്തരം കൊണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ മനസാക്ഷി ഭയങ്കരമായിട്ട് ഒപ്പിട്ടില്ലെങ്കിൽ കമ്പനിക്ക് ബുദ്ധിമുട്ടാവും ഇദ്ദേഹമായിട്ട് ബന്ധം. അപ്പോൾ ഇദ്ദേഹം ഒപ്പിടുന്നതിന് മുമ്പ് ഒരു എഴുത്തെഴുതി കമ്പനിയുടെ ഹെഡ് ഓഫീസിലേക്ക്, ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ ജോലി രാജിവെക്കുന്നു. എനിക്ക് ദൈവഹിതത്തിനെതിരായിട്ടും കള്ളത്തരം പറഞ്ഞുകൊണ്ടും സത്യത്തിനെതിരെ മുഖം മറച്ചുകൊണ്ടും എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹം ജോലി റെസിഗ്നേഷൻ ലെറ്റർ എഴുതി കൊടുത്തിട്ട് അദ്ദേഹം ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോന്നു. വിവാഹമൊക്കെ കഴിഞ്ഞ് കുടുംബജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ അത്യാവശ്യം നല്ല പ്രാരാബ്ദങ്ങളായിട്ട് മുട്ടിനിൽക്കുന്ന സമയത്താണ് ഈ പണി ചെയ്തത്. അദ്ദേഹം എന്നിട്ട് പറയുകയാണ്, ഇച്ചിരി വിഷമമൊക്കെ അന്ന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പുറത്തിറങ്ങി 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്കൂളിൽ ജോലി കിട്ടി ടീച്ചറായിട്ട്. 2 കാര്യങ്ങളാണ്. ഒന്ന്, വലിയ മഹത്തരമായൊരു മിനിസ്ട്രിയിലേക്ക്, ടീച്ചിങ് മിനിസ്ട്രിയിലേക്ക് ജോലി കിട്ടുമ്പോൾ ഇത്രയും നല്ല വിശുദ്ധിയോടെ കയറി പോകാൻ പറ്റും. 2, അദ്ദേഹം പറഞ്ഞു, ഞാൻ ആദ്യമേ പറഞ്ഞ തിരുവചനം തന്നെയാണ്, മരിക്കേണ്ടി വന്നാലും സത്യം കൈവിടരുത്, ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. പ്രിയപ്പെട്ട മക്കളെ, ഇതൊന്ന് ഹൃദയത്തിൽ കോറിയിട്ടുകൊള്ളുക. മരിക്കേണ്ടി വന്നാലും സത്യം കൈവിടരുത്, ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. നമുക്ക് എന്ത് കുറവുകളുണ്ടല്ലോ, മാതാപിതാക്കളൊക്കെ സാധാരണഗതിക്ക് ചെറിയ ചെറിയ കളവുകളോ കള്ളത്തരങ്ങളോ കാണിക്കുന്ന ചെറിയ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ സൽപ്പേരിന് വേണ്ടിയായിരിക്കും. പക്ഷേ ഇതൊക്കെ പൊഴിഞ്ഞു പോയി അതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ വരുന്നതിന് മുമ്പ് തമ്പുരാന്റെ വാചകം മാത്രമേ, സത്യം കൈവിടരുത്, മരിക്കേണ്ടി വന്നാലും നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാൻ സത്യമാണ്. സത്യം കൈവിടുന്ന തിരുവചനം പറഞ്ഞ അർത്ഥം തന്നെ ദൈവത്തെ കൈവിടുന്നത് തന്നെയാണ്. സത്യമായ ദൈവത്തെ കൈവിട്ടുകൊണ്ട് പിന്നെ ആര് താങ്ങുമെന്നുള്ളതാണ്. സത്യത്തെ നീ മുറുകെ പിടിക്കാമെങ്കിൽ സത്യം നിന്നെ മുറുകെ പിടിച്ചുകൊണ്ട് ഉറപ്പായിട്ടും നിനക്ക് വിജയം നൽകും. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നും ചേർന്ന് ഈ ഒരു വലിയൊരു മൂല്യത്തെക്കാളും വലിയൊരു സ്വർഗീയ പുണ്യം അഭ്യസിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് ചേർന്ന് കുടുംബം ഒന്ന് ചേർന്ന് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കട്ടെ. സാധിക്കുമെങ്കിൽ മക്കളും മാതാപിതാക്കളൊക്കെ ചേർന്നൊന്ന് പ്രാർത്ഥിക്കട്ടെ. സത്യസന്ധത, സത്യം പറയുക, സത്യം ജീവിക്കുക, ഈ മൂല്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ എപ്പോഴെങ്കിലൊക്കെ പുണ്യം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തമ്മിലാണ് മാപ്പ് അപേക്ഷിക്കാം. തിരുത്താൻ പറ്റുന്ന അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ ശ്രമിക്കാം. ആർക്കെങ്കിലും എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കള്ളത്തരം മൂലമോ എൻ്റെ ഒരു കള്ളത്തരം പറച്ചിൽ മൂലമോ ഒക്കെ വീഴ്ചകൾ ഉണ്ടായിട്ടെങ്കിൽ തമ്മിലാണ് മാപ്പ് അപേക്ഷിക്കാം. നല്ല തീരുമാനം എടുക്കട്ടെ. മരിക്കേണ്ടി വന്നാലും സത്യത്തെ ഞാൻ കൈവിടത്തില്ല, ദൈവത്തെ ഞാൻ കൈവിടത്തില്ല. ഏതവസ്ഥയിലാണേലും തമ്പുരാൻ എനിക്ക് വിജയം നൽകും. നിന്റെ ദൈവമായ കർത്താവ് ഞാനാവുന്നു, ഞാൻ നിനക്ക് മുമ്പേ പോയി വിജയം നൽകുന്ന കർത്താവാകുന്നു. ആർക്ക് മുമ്പിലും നീ താഴാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇത് തമ്പുരാൻ ഉറപ്പാണ്. എന്നോട് ചേർന്നിരിക്കുന്നവൻ ആർക്ക് മുമ്പിലും താഴാൻ ഞാൻ അനുവദിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് തമ്പുരാനെ മുറുകെ പിടിക്കാം, സത്യത്തെ മുറുകെ പിടിക്കാം. തിരുവചനം സങ്കീർത്തനം 15 സങ്കീർത്തനം ഇപ്രകാരം പറയുന്നു, കർത്താവിൻ്റെ കൂടാരത്തിൽ ആര് വസിക്കും? അതിൻ്റെ മധ്യഭാഗത്തിൽ പറയുന്നു, നിഷ്കളങ്ക ഹൃദയത്തോടുള്ളവൻ, സത്യം കൈവിടാത്തവൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം സ്വർഗമല്ലേ? കുടുംബം ഒന്ന് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ഈ വലിയ പുണ്യം നമുക്ക് അഭ്യസിക്കാം. സത്യസന്ധത. തമ്പുരാന്റെ മുമ്പിൽ പ്രത്യേകിച്ച് ഈ നിമിഷം പരിശുദ്ധ അമ്മയ്ക്കൊപ്പം തലകുമ്പിട്ട് അമ്മയുടെ വിമലകൃതത്തിന് മാധ്യസ്ഥം വ്യാപിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഈശോമിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് സാധിക്കുമെങ്കിൽ മക്കളും മാതാപിതാക്കളൊക്കെ ചേർന്ന് നിന്നിട്ട് ഒരു തുറന്ന പറച്ചിൽ നടത്തുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ മാതാപിതാക്കളൊക്കെ പറ്റിക്കാൻ വേണ്ടി മക്കൾ ചില കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ, നിലനിൽപ്പിന് വേണ്ടി മാതാപിതാക്കളും കുഞ്ഞു കുഞ്ഞു കള്ളങ്ങളൊക്കെ മക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തുറന്നു പറഞ്ഞ് നമുക്ക് സത്യം ജീവിക്കാം. തമ്പുരാനൊപ്പം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.